എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ക്ലാസ് ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ സൗണ്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗർഭപാത്രം നീക്കൽ ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന കരാർ വനിതാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ 45 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന കരാർ വനിതാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ 45 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? ഏത് ഹൈക്കോടതിയാണ്? കേരള ഹൈക്കോടതിയാണ് ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന കരാർ വനിതാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ 45 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി. പോലീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പോലീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന പദ്ധതി? മൈ പോലീസ് സ്റ്റേഷനാണ്. മൈ പോലീസ് സ്റ്റേഷനാണ് പോലീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന പദ്ധതി. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി തമിഴ്നാടാണ്. ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. കൊൽക്കത്തയിലെ അരബിന്ദോ സമിതി ഏർപ്പെടുത്തിയ പ്രശസ്തമായ അരബിന്ദോ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? കൊൽക്കത്തയിലെ അരബിന്ദോ സമിതി ഏർപ്പെടുത്തിയ പ്രശസ്തമായ അരബിന്ദോ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ മുരളി ശിവരാമകൃഷ്ണനാണ്. കൊൽക്കത്തയിലെ അരബിന്ദോ സമിതി ഏർപ്പെടുത്തിയ പ്രശസ്തമായ അരബിന്ദോ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച രാജ്യം? ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ച രാജ്യം? ഓപ്ഷൻ എ നേപ്പാളാണ്. ഏത് രാജ്യമാണ്? നേപ്പാളാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമായ VBG റാംജി പദ്ധതിയിൽ കേരളത്തിൽ തൊഴിൽ ദിന സൃഷ്ടിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമായ VBG റാംജി പദ്ധതിയിൽ കേരളത്തിൽ തൊഴിൽ ദിന സൃഷ്ടിയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലം ജില്ലയാണ്. ഏത് ജില്ലയാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ തുറമുഖ അധിഷ്ഠിത വ്യവസായ വികസനത്തിനും ചരക്കു നീക്കത്തിനുമായി ആവിഷ്കരിച്ച പുതിയ വികസന പദ്ധതി ഏതാണ്? മിഷൻ സമുദ്രയാണ്. മിഷൻ സമുദ്രയാണ് കേരളത്തിലെ തുറമുഖ അധിഷ്ഠിത വ്യവസായ വികസനത്തിനും ചരക്കു നീക്കത്തിനുമായി ആവിഷ്കരിച്ച പുതിയ വികസന പദ്ധതി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ചിങ്ങം 1-നാണ്. ചിങ്ങം 1-നാണ്. 2026 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗൗരി ചക്ര ലഭിച്ച മലയാളി സൈനികൻ ആരാണ്? 2026 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗൗരി ചക്ര ലഭിച്ച മലയാളി സൈനികൻ ആരാണ്? മേജർ തരുൺ വാസുദേവൻ ആണ്. ആർക്കാണ്? മേജർ തരുൺ വാസുദേവനാണ് 2025 സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗൗരി ചക്ര ലഭിച്ച മലയാളി സൈനികൻ. അടുത്തിടെ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അടുത്തിടെ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? കൊളംബിയാണ്. 2026 ആഗസ്റ്റ് 8 ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 2026 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? 84-ാം വാർഷികമാണ്. 84-ാം വാർഷികമാണ്. 2026 ഓഗസ്റ്റിൽ ടാറ്റ സൺസ് ചെയർമാൻ പദവിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? 2026 ഓഗസ്റ്റിൽ ടാറ്റ സൺസ് ചെയർമാൻ പദവിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? എൻ ചന്ദ്രശേഖരൻ ആണ്. എൻ ചന്ദ്രശേഖരനാണ്. ഇടുക്കി ജില്ലയിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും കേരള സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വ്യക്തി ആരാണ്? ഇടുക്കി ജില്ലയിലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വ്യക്തി ആരാണ്?
ഡോക്ടർ എം പി പരമേശ്വരൻ ആണ്. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗായിക ആരാണ്? സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗായിക ആരാണ്? KS ചിത്രയാണ്. ആർക്കാണ്? KS ചിത്രയാണ് സംഗീത മേഖലയിൽ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഗായിക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് തന്റെ കന്നി ബഹിരാകാശ നടത്തത്തിന്റെ ഭാഗമായി 6 മണിക്കൂർ 27 മിനിറ്റ് ചെലവഴിച്ച ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് തന്റെ കന്നി ബഹിരാകാശ നടത്തത്തിന്റെ ഭാഗമായി 6 മണിക്കൂർ 27 മിനിറ്റ് ചെലവഴിച്ച ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി ആരാണ്? അനിൽ മേനോനാണ്. ആരാണ്? അനിൽ മേനോനാണ്. ലഹരി മാഫിയക്കെതിരെ കേരള സർക്കാർ അടുത്തിടെ നടപ്പിലാക്കിയ 75 ദിവസം പൂർത്തിയാക്കിയ എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിന്റെ പേര് എന്താണ്? ലഹരി മാഫിയക്കെതിരെ കേരള സർക്കാർ അടുത്തിടെ നടപ്പിലാക്കിയ 75 ദിവസം പൂർത്തിയാക്കിയ എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നാണ്. കേൾവി പരിമിതിയുള്ള നിർധനരായ കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കേൾവി പരിമിതിയുള്ള നിർധനരായ കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? കാതോട് കാതോരമാണ്. കാതോട് കാതോരമാണ്. ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനു വേണ്ടി ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഉപകരണം വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനം ഏതാണ്? ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനു വേണ്ടി ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഉപകരണം വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനം ഏതാണ്? ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിനു വേണ്ടി ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഉപകരണം വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനം. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? മൈ പോലീസ് സ്റ്റേഷനാണ്. ഏതാണ്? മൈ പോലീസ് സ്റ്റേഷനാണ്. തമിഴ്നാട്ടിൽ സർക്കാർ പരിപാടികൾക്കു മുമ്പ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? തമിഴ്നാട്ടിൽ സർക്കാർ പരിപാടികൾക്കു മുൻപ് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കുന്നത് നിർബന്ധമാക്കിയുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? സി ജോസഫ് വിജയ് ആണ്. ആരാണ്? സി ജോസഫ് വിജയ് ആണ്. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ എത്തുമ്പോൾ ആദ്യമായി ആലപിക്കാൻ തീരുമാനിച്ച ഗാനം ഏതാണ്? 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തുമ്പോൾ ആദ്യമായി ആലപിക്കാൻ തീരുമാനിച്ച ഗാനം ഏതാണ്? വന്ദേ മാതരമാണ്. ഏതാണ്? വന്ദേ മാതരമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വാട്സാപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും 149 എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പരും ആരംഭിച്ച പൊതുഗതാഗത പ്രസ്ഥാനം ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വാട്സാപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യവും 149 എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പരും ആരംഭിച്ച പൊതുഗതാഗത പ്രസ്ഥാനം ഏതാണ്? KSRTC ആണ്. ഏതാണ്? KSRTC ആണ്. ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള മൂൺ ബേസ് മിഷൻ പദ്ധതിയിലേക്കുള്ള ഇന്ത്യയെ ക്ഷണിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള മൂൺ ബേസ് മിഷൻ പദ്ധതിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ഏതാണ്? നാസ ആണ്. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്നും കേരളം എന്നു മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത് ആരാണ്? ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്നും കേരളം എന്നു മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ദക്ഷിണേന്ത്യ മേഖലയിലെ പബ്ലിക് ഹെൽത്ത് ചാമ്പ്യൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ പബ്ലിക് ഹെൽത്ത് ചാമ്പ്യൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഡോക്ടർ കെ സുരേഷ് കുമാർ ആണ്. ആരാണ്?
കെ സുരേഷ് കുമാർ ആണ്. ആരാണ്? ഡോക്ടർ കെ സുരേഷ് കുമാർ ആണ്. വനിതാ കർഷകരുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? വനിതാ കർഷകരുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കൃഷി സഖി എന്നാണ്. എന്താണ്? കൃഷി സഖി എന്നാണ്. അടുത്തിടെ അന്തരിച്ച ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ പ്രമുഖ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ആരാണ്? അടുത്തിടെ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ പ്രമുഖ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ ആരാണ്? രാജ സെൻ ആണ്. ആരാണ്? രാജ സെൻ ആണ് അടുത്തിടെ അന്തരിച്ച ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ പ്രമുഖ ബംഗാളി ചലച്ചിത്ര സംവിധായകൻ. 30ാമത് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? 30ാമത് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഏതാണ്? ന്യൂഡൽഹിയാണ്. കാർഷിക മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വി രാഘവൻ അവാർഡ് ലഭിച്ച കൃഷിഭവൻ ഏതാണ്? കാർഷിക മേഖലയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വി രാഘവൻ അവാർഡ് ലഭിച്ച കൃഷിഭവൻ ഏതാണ്? കുറ്റൂർ കൃഷിഭവനാണ്. ഏതാണ്? കുറ്റൂർ കൃഷിഭവനാണ്. വ്യാവസായിക സാമൂഹ്യ സേവന രംഗങ്ങളിലെ സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന പ്രമുഖ പുരസ്കാരമായ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡിന് അർഹനായത് ആരാണ്? വ്യാവസായിക സാമൂഹ്യ സേവന രംഗങ്ങളിലെ സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന പ്രമുഖ പുരസ്കാരമായ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡിന് അർഹനായത് ആരാണ്? എം പി അഹമ്മദ് ആണ്. ആരാണ്? എം പി അഹമ്മദ് ആണ്. സിനിമാ പ്രേക്ഷക കൂട്ടായ്മ ഏർപ്പെടുത്തിയ 7ാമത് ക്യാപ്റ്റൻ രാജു പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നടൻ ആരാണ്? സിനിമാ പ്രേക്ഷക കൂട്ടായ്മ ഏർപ്പെടുത്തിയ 7ാമത് ക്യാപ്റ്റൻ രാജു പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത നടൻ ആരാണ്? വിജയരാഘവനാണ്. ആരാണ്? വിജയരാഘവനാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ ഡി സജിത് ബാബു ആണ്. ആരാണ്? ഡോക്ടർ ഡി സജിത് ബാബു ആണ്. കേരള സർക്കാരിന്റെ പ്രധാനമന്ത്രി ഭക്ഷണ സംസ്കരണ സംരംഭ രൂപീകരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഭക്ഷണ സംസ്കരണ സംരംഭ രൂപീകരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കേരളമാണ്. ഏതാണ്? കേരളമാണ്. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വ്യക്തി ആരാണ്? അടുത്തിടെ അന്തരിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ വ്യക്തി ആരാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എം വി പരമേശ്വരൻ ആണ്. എം വി പരമേശ്വരൻ ആണ്. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2026 വാൽമീകി പുരസ്കാരത്തിനും രാമായണ പുരസ്കാരത്തിനും യഥാക്രമം അർഹരായവർ ആരെല്ലാം? സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2026 വാൽമീകി പുരസ്കാരത്തിനും രാമായണ പുരസ്കാരത്തിനും യഥാക്രമം അർഹരായത് ആരൊക്കെയാണ്? വിജയരാഘവനും ഔസേപ്പച്ചനുമാണ്. ആരാണ്? വിജയരാഘവനും ഔസേപ്പച്ചനുമാണ്. സ്വീഡൻ ആസ്ഥാനമായുള്ള പ്രശസ്തമായ യൂറോപ്യൻ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? സ്വീഡൻ ആസ്ഥാനമായുള്ള പ്രശസ്ത യൂറോപ്യൻ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ ആണ്. പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ ആണ് സ്വീഡൻ ആസ്ഥാനമായുള്ള പ്രശസ്തമായ യൂറോപ്യൻ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ. ക്രിമിനൽ സംഘങ്ങൾക്കും ഗുണ്ടകൾക്കുമെതിരെ കേരള പോലീസ് പുനരാരംഭിച്ച സംസ്ഥാനതല പ്രത്യേക പരിശോധന ഏതാണ്? ക്രിമിനൽ സംഘങ്ങൾക്കും ഗുണ്ടകൾക്കുമെതിരെ കേരള പോലീസ് പുനരാരംഭിച്ച സംസ്ഥാനതല പ്രത്യേക പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഗ്രിപ്പ് ആണ്. ഏതാണ്? ഓപ്പറേഷൻ ഗ്രിപ്പ് ആണ്. കേരളത്തിലെ ഓപ്പറേഷൻ ഗ്രിപ്പ് ആണ്. ഏതാണ്? ഓപ്പറേഷൻ ഗ്രിപ്പ് ആണ്. കേരളത്തിലെ ആദിവാസി കോളനികളുടെ ഉന്നതി എന്ന പേര് മാറ്റി ഊര് എന്ന് പുനഃസ്ഥാപിക്കണമെന്ന് പ്രഖ്യാപിച്ച പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദിവാസി കോളനികളുടെ ഉന്നതി എന്ന പേര് മാറ്റി ഊര് എന്ന് പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക മന്ത്രി ആരാണ്? കെ എ തുളസിയാണ്. ആരാണ്? കെ എ തുളസിയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി നിത്യാനന്ദ റായ് ആണ്. ആരാണ്? നിത്യാനന്ദ റായ് ആണ്. കൃഷിമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കൃഷിമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ലഭിച്ചത് ആർക്കാണ്?
ചെറുവയൽ രാമനാണ്. ആരാണ്? ചെറുവയൽ രാമനാണ്. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു.